ഹായ് ഓൾ, ഞാൻ ജോസഫ്. ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ആണോ അതോ FD ആണോ ലോങ് ടേം വെൽത്ത് ക്രിയേഷന് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. കാരണം പല ഇൻവെസ്റ്റേഴ്സിനും ഡൗട്ടാണ് സെക്യൂരിറ്റി ആ ഒരു കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ള ഒരു ഡൗട്ട്സ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടുള്ളതാണ്. അപ്പോ നമ്മളോട്ട് അപ്രോച്ച് ചെയ്യുന്ന മിക്ക ഇൻവെസ്റ്റേഴ്സിനും FDക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അതിന് എന്താണ് FDയിലൊക്കെ കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഇത് രണ്ടിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് നോക്കുവാണെങ്കിൽ FDയിൽ നോക്കുവാണെങ്കിൽ സെക്യൂരിറ്റി, കാരണം സുരക്ഷിതത്തിന് കൂടുതൽ മൂല്യം ഉണ്ടെന്നതിന് പറയാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കേസ് ലിക്വിഡേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടേണറിന് മുമ്പ് ലിക്വിഡേറ്റ് ചെയ്യുവാണെങ്കിൽ പെനാൽറ്റി ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നു. മൂന്നാമത്തെ ഇൻഫ്ലേഷൻ, നമുക്കറിയാം പണപ്പെരുപ്പം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ കൂടുതൽ ഓപ്ഷനിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുവാണെങ്കിൽ FD റിട്ടേൺസ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 4 റിട്ടേൺസിന്റെ ബേസിൽ, കാരണം റിട്ടേൺ നോക്കുവാണെങ്കിൽ നിലവിൽ 5 to 7% എന്ന ആ ഒരു ഗ്യാപ്പിലാണ് റിട്ടേൺസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി, കാരണം മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗൺസിനെ ഇത് മ്യൂച്വൽ ഫണ്ടിലെ സെക്യൂരിറ്റി ബാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ലിക്വിഡിറ്റി, ഓപ്പൺ ആൻഡ് ഫണ്ടുകളിലെ ഏതൊരു സമയത്തും ലിക്വിഡേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് ഹെൽപ്ഫുൾ ആണ്. മൂന്ന് ഇൻഫ്ലേഷൻ ലോങ് ടൈമിലേക്ക് നോക്കുവാണെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ട് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആറാമത്തെ കേസ് റിട്ടേൺസ് നോക്കണം. റിട്ടേൺസ് നമുക്ക് ലോങ് ടൈമിലേക്ക് ഒരു 10 ഇയേഴ്സിന്റെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ 10 to 15% എന്നുള്ള രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ രണ്ടിനെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം FDയും അതോടൊപ്പം ലോങ് ടേമിലേക്ക് വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് വരുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടും ആണെന്ന് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മളൊരു എക്സാമ്പിളിലൂടെ നോക്കുവാണെങ്കിൽ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തി 10 വർഷത്തേക്ക് 6% എന്ന രീതിയിൽ ബാങ്കിൽ FD ഇടുവാണെങ്കിൽ 10 വർഷ ശേഷം അത് 1,79,900 ആയിട്ട് വളർന്ന് കാണാൻ സാധിക്കും. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടിലാണ് ഈ വ്യക്തി 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, 12% റിട്ടേൺ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ 10 ഇയറിന് ശേഷം 3,10,000 ആ ഇൻവെസ്റ്ററിന് നേടാൻ കഴിഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ലോങ് ടേമിലെ വെൽത്ത് ക്രിയേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുക്കുവാൻ സാധിക്കുക. കാര്യം ഇൻഫ്ലേഷൻ എന്ന ഫിഗർ ആണ് നമ്മള് ഇൻവെസ്റ്റ്മെന്റിൽ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടന്നു അല്ലെങ്കിൽ നമുക്ക് നേടാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ വെൽത്ത് ക്രിയേഷൻ ലോങ് ടേമിലെ വെൽത്ത് ക്രിയേഷൻ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.